Hi friends, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അളവ് പാന്റ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ചൂരിദാറിന്റെ നോർമൽ പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അളവ് പാന്റാണിത്. ഈ ഒരു പാന്റ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാന്റിന്റെ നമ്മുടെ ഈ ഒരു അരഭാഗത്ത് കണ്ടോ, ഇവിടെ മാത്രമാണ് നമുക്ക് അല്പം ലൂസ് കൂട്ടി കൊടുക്കുന്നത്. ബാക്കി എല്ലാ ഭാഗവും ഇതേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാന്റിന് നമ്മൾ അളവ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു പാന്റ് വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാന്റിന്റെ പീസാണിത്. അപ്പോൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നിവർത്തുന്നു. കണ്ടോ, ഇതുപോലെ വെച്ച് നേരെ പകുതിയായി മടക്കിയെടുക്കുന്നു. നമ്മൾ ഉൾവശത്താണ് എപ്പോഴും നമ്മുടെ മാർക്കിംഗ് ഒക്കെ കൊടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗം കണ്ടോ, ഇതുപോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ കണ്ടോ, ഇത് നമ്മുടെ മടക്ക് ഫോൾഡിങ് വരുന്ന ഭാഗമാണ്. ഇനി നമ്മൾ ഇവിടെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കി എല്ലാ ഭാഗവും കറക്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു പാൻറ്റിന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ താവിൽ നമ്മളൊരു മടക്കി ലെങ്ത് കുറവാണ്, നമ്മുടെ പാൻറ്റിനേക്കാൾ ലെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താവിൽ മടക്കി തയ്ക്കുവാനുള്ള തുണിക്ക് വേണ്ടി നമ്മളൊരു അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റിന് നമ്മൾ അല്പം ലെങ്ത് കൂട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് താവിൽ ഇതുപോലെ ലെങ്ത്തിന് വേണ്ടിയുള്ള തുണി മാറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ അളവ് കൊടുക്കുക. കണ്ടോ, നമുക്കിത് 7 ഇഞ്ചാണ് നമുക്കിവിടെ മുകളിൽ നിന്ന് ഈ ഒരു പീസ് കുറവുള്ളത്. നമ്മുടെ ബാൻഡിന്റെ അളവാണ്. ഇവിടെ നമ്മൾ ഒരു ബാൻഡ് കൊടുത്തിട്ടാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ഒറ്റ പീസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ലെങ്ത് കുറവാണ് തുണിയുടെ. പാൻറ്റിന്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് തുണിയുടെ ലെങ്ത് കുറവാണ്. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 7 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് കുറവ് വരുന്നത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ബാൻഡ് പീസ് ഇവിടെ തയ്ക്കുവാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, നമുക്കത് തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച്. 7 ഇഞ്ചാണ് നമ്മുടെ ബാൻഡിന്റെ ലെങ്ത്. നമുക്ക് ടോട്ടൽ ലെങ്ത് കുറവ് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ഈ ഒരു സീറ്റ് ഭാഗം, ഈ ഒരു ഭാഗം അരഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അല്പം ലൂസ് കൂടുതൽ വേണം. അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും നമ്മൾ കൂട്ടി കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഇവിടെയും നമ്മൾ 2 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കുല ടച്ച് ചെയ്തുകൊണ്ട് വരയുന്നു. ആ ഒരു ഇവിടെ നമ്മുടെ ഈ ക്രോച്ച് ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് കൊടുത്തത്, നമ്മുടെ സീറ്റ് ഭാഗത്തല്ലാതെ നമ്മുടെ ഇവിടെയും നമ്മൾ 2 ഇഞ്ച് കൊടുത്തത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ റൗണ്ട് അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്രോച്ച് ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ റൗണ്ട് അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ എത്രയാണോ അരഭാഗത്ത് കൂട്ടി കൊടുക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ ഇവിടെ തുടലൂസിന്റെ ഭാഗത്തും നമ്മൾ കൂട്ടി കൊടുക്കുക. കണ്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രോച്ച് അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ, ഇനി നമുക്ക് തുടലൂസിന്റെ ഭാഗത്ത് ലൂസ് കറക്റ്റ് മതിയെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രോച്ച് അളവിന്റെ ഭാഗം നമ്മൾ അല്പം താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ റൗണ്ട് അളവ് കറക്റ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കേട്ടോ, ഇവിടെയൊക്കെ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ 1/2 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. കാരണം നമ്മുടെ കറക്റ്റ് അളവാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തുന്നത്തുണി മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആ ഒരു പീസ് 2 പീസുകളും ഇതുപോലെ വേർപെടുത്തുന്നു. ഇവിടെ നമ്മുടെ ഒരു 1/2 ഇഞ്ച് പീസ് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള ഉള്ളിലേക്ക് മടക്കി തയ്ക്കുവാനുള്ള തുണി നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അരഭാഗത്തുള്ള ബാൻഡ് പീസാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം കരഭാഗമാണ്. നമ്മൾ ഇവിടെ 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇത് നമ്മുടെ ഇലാസ്റ്റിക്കോ നാടയൊക്കെ തയ്ക്കുവാൻ വേണ്ടിയുള്ള മടക്കി കവർ ചെയ്യുവാനുള്ള പീസാണിത്. 1 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ കൊടുക്കാം. ഇനി നമുക്കിവിടെ ലെങ്ത്തിൽ നമുക്ക് 7 ഇഞ്ചാണ് കുറവുണ്ടായത്. ആ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ് തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിയും നമ്മൾ മാർക്ക് ചെയ്യണം. കണ്ടോ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇവിടെ നമുക്ക് 14.5 ഇഞ്ചാണ് നമുക്ക് വരുന്നത്, അത് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്നിട്ട് നമ്മൾ നേരെ വരയുന്നു. ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു ബാൻഡ് പീസിൽ നമ്മൾ നമ്മുടെ തുന്നത്തുണി കൊടുക്കണം. നമ്മുടെ ബാൻഡ് നമ്മുടെ കാല് പീസുമായി അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗവും നമ്മൾ തുന്നത്തുണി കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ കണ്ടു, ഇവിടെയും 14.5, ഇവിടെയും 14.5 ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ സാധാരണ നമ്മൾ നേരെ കുത്തനെയാണ് കട്ട് ചെയ്തെടുക്കാറ്, എന്നാൽ അത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. കാരണം ഇതുപോലെ വെച്ചാൽ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മൾ മുകളിൽ നിന്ന് അല്പം ഷേപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ വരഞ്ഞു വരുന്നത്. അപ്പോൾ താഴോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ വീതി കൂടി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ? ഇതുപോലെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നേരെ കുത്തനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. നിങ്ങൾ ഒറ്റ പീസിൽ കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാൻഡ് വീണ്ടും കൊടുക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ബോട്ടം ഭാഗത്ത് തയ്ക്കുവാനുള്ള പീസ് നമ്മുടെ ഈ ഒരു സൈഡ് ബാക്കി വരുന്ന വേസ്റ്റ് പീസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിതൊരു 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്ച്ച് ഫിനിഷിങ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗമാണിത്. അപ്പോൾ ബോട്ടം ഭാഗത്ത് നമ്മളിത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുവാനുള്ള പീസിനെ കണ്ടോ ഇതുപോലെ നല്ല ഭാഗം ഇതുപോലെ മുകളിൽ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പീസ് നമ്മൾ ഇതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഉൾവശത്തേക്ക് വേണ്ട പീസാണിത്. ഉൾവശത്തേക്ക് മടക്കി തയ്ക്കുന്ന പീസാണിത്. നമ്മൾ ഇതുപോലെ നമ്മളൊരു 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ കാലും ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തു. കാരണം നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മുടെ സൈഡ് ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നല്ല തിക്കോടുകൂടി നിൽക്കും. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മുടെ ഇവിടെ ഉൾവശത്തിന് ആവശ്യമുള്ള വീതിയിൽ നമുക്കിതുപോലെ കണ്ടോ ഇതുപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി തയ്ക്കാം. 1 ഇഞ്ച് വീതിയിലോ 1.5 ഇഞ്ച് വീതിയിലോ ഒക്കെ നിങ്ങൾക്കിത് മടക്കി തയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ ഭാഗത്തുള്ള പീസും ഇതുപോലെ ബോട്ടം ഭാഗത്തുള്ള പീസും മടക്കി തയ്ക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡ് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കാലിൻ്റെ പീസിൽ നമ്മുടെ ബാൻഡ് ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ ഇവിടെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗവും കണ്ടോ ഇതുപോലെ കറക്റ്റ് നമുക്ക് ഈ ഒരു അളവ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ നമ്മൾ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ബാൻഡിൻ്റെ മുകളിൽ കൂടി ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കുന്നു. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇത് നമ്മുടെ രണ്ട് കാലിനും ഇതുപോലെ ചെയ്യുന്നു. കണ്ടോ രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ രണ്ട് പീസുകളെയും രണ്ട് സൈഡുകളും തമ്മിൽ യോജിപ്പിക്കുകയാണ്. കണ്ടോ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ മുകളിൽ നമ്മുടെ ക്രോച്ച് ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ കാലിൻ്റെ ബോട്ടം ഭാഗത്ത് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഭാഗം കണ്ടോ രണ്ടാമത്തെ കാലും ഇതുപോലെ ബോട്ടം ഭാഗത്ത് നിന്ന് തുടങ്ങിയാണ്. ബോട്ടം ഭാഗത്ത് നിന്ന് തുടങ്ങി ക്രോച്ച് ഭാഗത്താണ് നമുക്ക് നിർത്തുന്നത്. കണ്ടോ ഇതുപോലെ ഇവിടെ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് നമുക്കിവിടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും നമ്മളൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്.
ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ഒന്നുകൂടി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമില്ലേ, നമ്മുടെ കട്ടിങ് ടൈമിൽ ആ ഒരു കാല് നമ്മൾ ഇതുപോലെ മറിച്ചിടുക. മാർക്ക് ചെയ്ത പീസാണ് മറിച്ചിടേണ്ടത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാലിൻ്റെ ഭാഗം, ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ആ ഒരു മറിച്ചിട്ട ഭാഗം ഈ ഒരു മറിച്ചിടാത്ത പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, നമുക്ക് ഇതുപോലെ നല്ലവണ്ണം സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പിടിക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ മുകൾ ഭാഗത്ത് കണ്ടോ, നമ്മളിവിടെ നാടയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് തയ്ക്കുവാനുള്ള, മടക്കി തയ്ക്കുവാനുള്ള പീസ് ഇവിടെ ഇതുപോലെ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ നമുക്ക് നാടയായതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള തുണി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ നമ്മുടെ ഈ ഒരു ജോയിന്റ് ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ഇനി നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന കാലിൻ്റെ ജോയിന്റ് പീസ് അത് നമ്മൾ രണ്ട് വശങ്ങളിലേക്കാക്കി നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗവും, രണ്ട് കാലിൻ്റെ ജോയിന്റ് പീസും ഒരേ ഭാഗത്ത് വരാതെ രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് നമുക്കത് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ചുളുക്കൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മുകളിലോളം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ബാക്ക് ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമുക്ക് ആ ഓപ്പണിന് വേണ്ടി നമ്മൾ അല്പം തുണി വിട്ട് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. നമ്മൾ ഇവിടെ കണ്ടോ, ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കി തയ്ക്കുക. ഇതുപോലെ മുകളിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ നിർത്തി, ഇനി ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ മടക്കി നമ്മൾ മുകളിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇത് ഓപ്പൺ ഭാഗമാണിത്, നമുക്ക് നാട തയ്ച്ച് വെക്കേണ്ട ഓപ്പൺ ഭാഗമാണ്. ഇനി നമ്മൾ ഇവിടെ നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, നല്ല ക്രോച്ചിൻ്റെ ഭാഗം കണ്ടോ, നമുക്ക് ചുളുക്കൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി നമുക്കത് ഇൻസൈഡ് ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നാടയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് നാട കൊടുക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് നാട തയ്ക്കുകയാണ്. നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാണ്, നമുക്കത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതൊന്ന് മടക്കി തയ്ക്കും. നമ്മൾ ഇതൊക്കെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിനെ നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ എടുക്കുന്നു, നേരെ പകുതിയായി മടക്കുന്നു. വീണ്ടും രണ്ടാമത്തെ ഭാഗത്ത് നേരെ പകുതിയായി മടക്കി വീണ്ടും ഒരു മടക്ക് കൊടുത്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം സെൻറ്റർ ഭാഗത്തേക്ക് ഒരു മടക്ക് കൊടുക്കുന്നു, രണ്ടാമത്തെ സൈഡിൽ നിന്നും അതേ രീതിയിൽ മടക്കി വീണ്ടും ഒരു മടക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നാട തയ്ച്ചെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു നാടയെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ വെക്കുന്നു. ഈ നാടയുടെ ഈ ഒരു ഭാഗം അല്പം പുറത്തേക്ക് ഇതുപോലെ കൂടുതൽ വെച്ചുകൊണ്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ നമുക്ക് എത്രയാണോ നമുക്ക് മടക്കി തയ്ക്കേണ്ടത് ആ ഒരു വീതിക്കനുസരിച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നാട നമ്മൾ ഈ ഒരു മടക്കി തയ്ക്കുന്ന പീസിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ചിങ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ഒരു നാടയിൽ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ നിങ്ങൾ ഈ ഒരു നാടയെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ നാടയുടെ ഫിറ്റിംഗ് കഴിയും. റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് നാട ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് നാട ഈ ഒരു ഭാഗത്തുണ്ടോ, ഒരു 3-4 ഇഞ്ച് മാത്രം നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് രണ്ട് ഭാഗവും ഒരേപോലെ വെക്കുക. കേട്ടോ, ഒരു 3 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൊടുത്താൽ മതി. ഇനി നമ്മളിത് വലിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വലിഞ്ഞ് കയറി പോകാതിരിക്കാൻ ഒരു ഭാഗത്ത് നിന്ന് വലിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് കയറി പോകാതിരിക്കുക. ബാക്കിന്റെ നേരെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ സ്റ്റിച്ചിങ് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ ആ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ മടക്കി തയ്ച്ചുള്ള ആ ഒരു പീസിന്റെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ, അപ്പോൾ നമ്മൾ ഇതുപോലെ വലിക്കുമ്പോൾ നമ്മൾ ഇവിടെ വരെ മാത്രമേ നമ്മളത് വലിഞ്ഞു വരികയുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിഞ്ഞ് ആ ഒരു നാട ഉള്ളിലേക്ക് കയറി പോകുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ നമുക്കത് എത്ര വേഗത്തിലും എങ്ങനെയോ നിങ്ങൾക്കത് നാടയെ വലിച്ചെടുക്കാവുന്നതാണ്. കേട്ടോ, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രമേ നമുക്ക് നാട വലിഞ്ഞു വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.